വരും. എക്സാം വേണ്ടേ ലേറ്റ് ആവാനും പറ്റത്തില്ല. എക്സാമിന് പാസ് ആവുന്നതിനെ കുറിച്ചിട്ട് അതാണ് എനിക്കും ഡൗട്ട്. ഇവിടെ ആരുമില്ല, വിജനമായ വഴി. അയ്യോ അതാ കുട്ടിയല്ലായിരുന്നു, വേറെ ആരായിരുന്നു. ഞാനാണെങ്കിൽ നിറച്ച് എഴുതി വെച്ചിട്ടുണ്ട്, ഫുൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ആരും ഇല്ലാന്ന് തോന്നുന്നു. മാത്രമല്ല നമ്മൾ കുറെ ലക്ഷങ്ങൾ കെട്ടിവെക്കണം. 3 lakhs എന്തോ ആണ് നമ്മൾ പിന്നെ അടയ്ക്കേണ്ടത്. അവരവിടെ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാനൊന്നും പറ്റില്ല. ഇല്ല എനിക്കറിയില്ല. അങ്ങനെ നോക്കി ഒന്നുകിൽ പഠിക്കണം, അല്ലെങ്കിൽ കോപ്പി അടിക്കാനുള്ള ഒരു കഴിവ് വേണം. ഇതിപ്പോ രണ്ടും ഇല്ലാത്ത അവസ്ഥയിലാണ്. സത്യം പറഞ്ഞാൽ ഞാൻ കരച്ചിലോട് കരച്ചിലാണ് വീട്ടില്. നിങ്ങളെ കാണിക്കാതിരിക്കാൻ ഞാൻ കൺസീലർ ഇട്ടിട്ടാണ് വന്നത്. ചുരുക്കി പറഞ്ഞു ഒരു വക പഠിച്ചിട്ടുമില്ല, ഒന്നും അറിയത്തുമില്ല. എനിക്കിപ്പോ ഒരു കൂട്ട് കിട്ടിയിട്ടുണ്ട് വഴി തെറ്റാനായിട്ട്. പക്ഷെ അത് അതിലും വലിയ തലവേദന. എടാ നിനക്ക് ഈ സമയം പോരയുടെ ഇരുന്ന് പഠിക്കാനായിട്ട് ഒരു ഐഡിയ ഇല്ല. ഞാൻ അവിടെ പോയിരുന്ന് എന്ത് കാണിക്കുന്നത്? എക്സാം എങ്ങാണ് ഞാൻ എഴുതിയില്ലെങ്കിൽ മര്യാദയ്ക്ക് ശോകം എന്ന് പറഞ്ഞോണ്ടല്ലോ, ഭയങ്കര ശോകമായിരിക്കും. ഇവിടെ വേൾഡ് കപ്പിന്റെ സംഭവങ്ങളൊക്കെയാണ് കാണുന്നത്. ഞാൻ പറഞ്ഞു എനിക്ക് എക്സാം ആണ്, ഞാൻ ബൈബിളൊക്കെ വാങ്ങിയിട്ടാണ് എക്സാം എഴുതാൻ പോകുന്നത്. ഒന്നും പഠിച്ചിട്ടില്ല എന്ന് മാത്രം. കോളേജ് എത്തി, പക്ഷെ നമുക്കതിനുള്ള സമയമില്ല അതൊന്നും നോക്കി നിൽക്കാനുള്ളേ. എനിക്ക് കോളേജ് കണ്ട അപ്പൊ എനിക്ക് കാശ്മീർ പോകണം. അതിന്റെ ഭംഗി കണ്ടിട്ടാന്ന് തോന്നുന്നു. പണി കിട്ടി ഗൈസ്. അതിൽ ക്വസ്റ്റ്യന് ചോദിച്ചിട്ടുള്ള പല സാധനങ്ങളും ഞാൻ എഴുതിയിട്ട് വന്നിട്ടില്ല. എന്റെ നെഞ്ച് ഇപ്പോഴും കിടന്ന് ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനാണെന്നുണ്ടെങ്കിൽ അടിച്ച് പറഞ്ഞ് എഴുതിക്കൊണ്ട് വന്നതാണ്. അപ്പൊ തന്നെ നമ്മുടെ ഗ്രേഡ് അറിയാൻ പറ്റും. പാസ്സാവോ ഇയോ എന്നുള്ളത് എല്ലാവരുടെയും ക്വസ്റ്റ്യൻ നേരാണ്. മൊത്തത്തിൽ ഒരു വൃത്തികെട്ട എക്സാം ആയിരുന്നു. ഓരോന്ന് ക്ലിക്ക് ചെയ്ത് ഞാനങ്ങ് ആസ്വദിക്കുവാണ്. അവസാനത്തെ അരമണിക്കൂർ ആകുമ്പോഴേക്കും എന്തൊക്കെയോ പ്രാണമൊക്കെ കയറി വന്ന് വയറ്റിന്ന് ഗുളുകളൊക്കെ ആയിരുന്നു. ഇനി നമുക്ക് ക്ലാസ്സിൽ പോയിരിക്കാം. പ്രൊഫസർ ഓൾറെഡി ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ചുകൂടെ നേരം ഇവിടെ വായി നോക്കി കറങ്ങി തിരിഞ്ഞ് നിൽക്കാന്ന്.